നമസ്കാരം കൂട്ടുകാരെ, ആദ്യസ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ രശ്മി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്ന് ഞങ്ങളുടെ വലിയേട്ടൻ്റെ മകളുടെ വളകാപ്പ് ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാം ഒരുങ്ങി നിൽക്കുവാണ് അങ്ങോട്ട് പോകാനായിട്ട് വേണ്ടിയിട്ട്. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്, അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി. അപ്പോൾ ഇത് ഞങ്ങളുടെ ആമിക്കുട്ടി കേട്ടോ. ആമിക്കുട്ടി ഭയങ്കര ഡാൻസറാണ്. ഫോണിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഞങ്ങളുടെ ആദ്യക്കുട്ടനും അവിടെ ഫോണിലിട്ട് പാട്ടൊക്കെ ഭയങ്കര ഡാൻസാണ്. രണ്ടുപേര് വേറെ വേറെ പാട്ടൊക്കെ ഡാൻസ് കളിക്കുവാണ്. റൂമിനകത്ത് വേറെ കുറച്ച് പേരിങ്ങനെ കാര്യം പറഞ്ഞിരിക്കുവാണ്. ആൻറ്റിയും നാത്തൂനും പിന്നെ ഏട്ടൻ്റെ ഭാര്യയും അങ്ങനെ കാര്യം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 5 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി, അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തി ഞങ്ങൾ ആദ്യം പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് എല്ലാവർക്കും നല്ല അടിപൊളി വെള്ളം തന്നു കേട്ടോ. കസ്കസും പാലൊക്കെ ഒഴിച്ച് വെള്ളം തന്നു. അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് അവളെ കാത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടി വന്നു കേട്ടോ. പേര് നിതിന എന്നാണ് കേട്ടോ. അവൾക്ക് 7 മാസമായി. അവളുടെ വളകാപ്പ് ചടങ്ങാണ് ഇന്ന്. അവൾക്ക് എന്താ പറയുക, വളകാപ്പ് ചടങ്ങ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലോട്ട് നേരിട്ട് കണ്ടിട്ടില്ല. ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കാണുന്നതല്ല, ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ചടങ്ങ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചടങ്ങ് നടത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അധികം ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അത് നടത്തിയില്ല. ഈ കൂടെ ഇരിക്കുന്നതാണ് അവളുടെ ഹസ്ബൻഡ്, ഇതിനിടെ ഹസ്ബൻഡ്. അങ്ങനെ ഞങ്ങൾ ചടങ്ങ് തുടങ്ങി കേട്ടോ. ആദ്യം അവളുടെ അമ്മായിയമ്മ വന്ന് മധുരവും ചന്ദനമൊക്കെ തൊട്ട് മധുരം കൊടുത്ത് വള കയ്യിലിട്ട് കൊടുത്ത് കുപ്പിവള. അത് കഴിഞ്ഞ് പിന്നെ വന്നത് അവളുടെ നാത്തൂനാണ്, അവളുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചി. അവർ വന്ന് ചന്ദനം തൊട്ട് വളയൊക്കെ ഇട്ടിട്ട് മധുരം കൊടുത്തു. പിന്നെ വന്നത് ഞങ്ങളുടെ ആൻറ്റിയാണ്, അതായത് അവളുടെ അച്ഛൻ്റെ അമ്മ. അവർ വന്ന് വളയും ഇട്ട് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. പിന്നെ വന്നത് അവളുടെ അമ്മയും അച്ഛനുമാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ ഏട്ടത്തി അമ്മയൊക്കെയാണ് വന്നത്. ഇത് ഏട്ടത്തി അമ്മയാണ് കേട്ടോ. ഏട്ടത്തി അമ്മ ആദ്യം കൊടുത്ത് പിന്നെ ഏട്ടൻ കൊടുത്തു. വലിയേട്ടനും മധുരം കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവർ രണ്ടാളും ഇരുന്ന് ഫോട്ടോ എടുത്തു, അവരൊരു ഫാമിലി ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ പോയത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ പോയി മധുരം കൊടുത്തു, ഒക്കെ വളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പോന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയത് ഇതിനിടയിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഇത് പിന്നെ പോയത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. എൻ്റെ ചേച്ചി, വലിയച്ഛൻ്റെ മകള് ചേച്ചി പോയി മധുരമൊക്കെ കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ സഹോദരൻ പോയി. പിന്നെ ഞാൻ ആദ്യം പോയി. അത് കഴിഞ്ഞ് പെണ്ണിന് മൂത്ത സഹോദരനുണ്ട്. ഞാൻ കണ്ടില്ലായിരുന്നു മധുരം കൊടുത്തത്. രണ്ടാമത്തെ കൊടുത്തപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തു. ഇത് ഞാൻ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ മലപ്പുറംകാരുടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്ത് പരിപാടി വന്നാലും നോൺ വെജ് അത് മസ്റ്റാണ്. അത് ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും. സദ്യക്ക് വലിയ താല്പര്യമില്ല ഇവിടെയുള്ള ആർക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ എൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് ആമിക്കുട്ടിയുടെ അമ്മയും ചേച്ചിയും ഒക്കെ ഇരിക്കണം. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലാണ്. ആദ്യക്കുട്ടനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ സദ്യയോ ഊണെന്തെങ്കിലും കൊടുത്താൽ വാരി കഴിക്കില്ല. അതേസമയം ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വാരി കഴിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഞാനിന്ന് മേശയിൽ അമ്മ, നാത്തൂന്, സഹോദരൻ, പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് യാത്ര പറയുകയെന്ന് പറഞ്ഞാൽ അവൾ ഡ്രസ്സ് മാറി സെറ്റ് മുണ്ട് കൊടുത്ത് വന്നിട്ട് വിളക്ക് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ദക്ഷിണ കൊടുക്കും, ഇറങ്ങുമല്ലേ. അങ്ങനെ എല്ലാ റിലേറ്റീവ്സിനും ദക്ഷിണ കൊടുക്കുകയാണ്. അമ്മായിമ്മയ്ക്കും നാത്തൂനും ഒക്കെ ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് പിന്നെ കുറേ ആൾക്കാർ വന്നു, എനിക്ക് അവരുടെ പേരൊന്നും അറിയത്തില്ല. എന്തായാലും അവരൊക്കെ വന്നു. അവർക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അവളിങ്ങനെ കൊണ്ട് പോരുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡൊക്കെ ഇടുന്ന ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ, 5 മിനിറ്റ് ദൂരം. അവർ എന്തായാലും കാറിലാണ് പോയത്. ഞങ്ങൾ പിന്നെ നടന്നു പോയി കേട്ടോ. അവർ കാറിൽ പോയതിന് ശേഷം ഞങ്ങൾ നടന്നു പോയി. അപ്പോഴത്തേനും ആദ്യത്തെ കൊച്ചേട്ടനും കൈ പിടിച്ച് നടക്കുന്ന ഒരു രംഗം കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ കയറി കുറച്ച് നേരം. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂട്. എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഓരോരുത്തർ ഭാഗത്തിരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അന്ന് തന്നെ അപ്പം തന്നെ തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് സൺഡേ അല്ലേ, അപ്പം പിറ്റേ ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് പലർക്കും പല തിരക്കുകളുണ്ട്, ജോലിയായിട്ടും ഒക്കെ തിരക്കുകളുണ്ട്. ആദ്യം അംഗനവാടി പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വ്ളോഗ് തീരുവാണ്. എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ, സീ യു.